അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൾസ് ബോഡലിന്റെ ദ ബ്യൂട്ടി ആൻഡ് ദ ഐഡിയൽ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ഇവൽസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എനിക്ക് സത്യം പറയട്ടെ, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ആ ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ക്ലാസ്സുകളാണ് ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇന്ന ടോപ്പിക് ഒന്നും കൂടി, കഥ ഒന്നും കൂടി പറഞ്ഞൊരു മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വോയിസ് നോട്ട് ആക്കി നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. ഓക്കെ, സോ ചാൾസ് ബോഡലിന്റെ ബ്യൂട്ടി ആൻഡ് ദ ഐഡിയൽ ഫ്രം ദ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്. അതില് ഈ ഒരു വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്പീക്കർ എക്സ്പ്രസസ് ഹിസ് discontent with the conventional beauty as depicted in the old Princeton art. He expels the depiction of dainty ladies with castans, and when he considered irrelevant, unable to satisfy his profound desires, speaker rejects the depiction of the artist Gavani known as for illustrating pale and sickly looking beauties. Okay, so Charles Baudelaire Beauty and the Ideal from the Flowers of Evils എന്ന് പറയുമ്പോൾ ഈ ഒരു വർക്ക് ഫസ്റ്റ് റിയലി മോഡേൺ പോയിറ്റ്, ഫൈനസ്റ്റ് ഫ്രഞ്ച് പോയിറ്റ് ഓഫ് 19th century, വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പോയം ആണെന്ന് പറയുന്നു. മോഡേൺ ലിറ്ററേച്ചറിന് ഒരുപാട് ഇമ്മൻസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു 53 പോയംസ് ഇതിൽ ആക്ച്വലി എഡിറ്റ് ചെയ്തിട്ട് അത് സ്കിൽഫുള്ളി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പം ഫ്രഞ്ച് പോയം ആയിരുന്നു. ആൻഡ് മെനി ഓഫ് ദ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെനി ഓഫ് ദ വർക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതല്ല, മറ്റ് ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകളിൽ എഴുതിയിട്ടുള്ളതും അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതില് ഇതിൽ പറയുന്നുണ്ട്, he believed that contemporary poetry ought to express life's artificial contradictory aspect. The goal of life is to avoid reality as much as possible through wine, opium, travel, passion. Baudelaire frequently used sensual imagery to capture the fervent emotion of the ideal. Baudelaire's primary source of symbolism in women എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കവിതയിൽ ബേസിക് ആയിട്ട് പറയുന്നത്, ആസ് ഇഫ് എനിക്കൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് പൊതുവേ നമ്മൾ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് പഴയ ഓൾഡ് പ്രിൻസിലും ആർട്ടിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനോട് ഇദ്ദേഹത്തിന് ആ ഒരു അതിലെ വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ അതല്ല അദ്ദേഹത്തിന്റെ ഒരു ജോണർ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റഡ് സ്പീക്കർ ഡിസയർ മോർ കോംപ്ലെക്സ് ആൻഡ് അൺകൺവെൻഷണൽ ഫോംസ് ഓഫ് ബ്യൂട്ടി. ലൈക്ക് ഹിയർ ഹി റെഫേഴ്സ് ടു ലേഡി മാക്ബത്ത്. ലേഡി മാക്ബത്തിനെ അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ലേഡി മാക്ബത്തിനെ അദ്ദേഹം റെഫർ ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഹസ് ഇൻഫ്ലുവൻസസ് ഓൺ മോഡേൺ പോയിട്രി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാജിനേഷൻ ആൻഡ് ദിസ് innovation എന്ന് പറയുന്നു. സോ ബോഡലെ പോയംസ് റെക്കറന്റ്ലി എൻഗേജ് വിത്ത് സോഷ്യോ പൊളിറ്റിക്കൽ ടേർമോയിൽ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ 19ാം നൂറ്റാണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞു 19ാം നൂറ്റാണ്ടിലെ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിസിസം, സിംബോളിസം, എക്സ്റ്റൻഷ്യലിസം ഇതിന്റെ എല്ലാം പാത്ത് ഫോളോ ചെയ്തിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻസ്പയർഡ് ലേറ്റർ പോയിറ്റ്സ് ലൈക്ക് ലിലിക് ആൻഡ് അക്കുമതോവ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. All of them paved the way for new poetical genre that reflect the complexities of modern world and chaotic spiritual and cultural convention. നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ്വർത്തും ഷെല്ലിയും കോൾറിഡ്ജും പോലുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന കുറെ കവികളുണ്ടല്ലോ, അവരുടെ ഒന്നും ഒരു കൈൻഡ് ഓഫ് പോയിട്രി അല്ല ഇവര് ബോഡലെ പോലുള്ള റൈറ്റേഴ്സ്, റിലെക്കിനെ പോലുള്ള റൈറ്റേഴ്സ്, അക്കമത്തോവിനെ പോലുള്ള റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളത്. അവരുടെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ കൂടുതലായിട്ടും സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ബ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ കോൺസെപ്റ്റിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. കാരണം എക്സിസ്റ്റൻഷ്യലിസ്റ്റിന്റെ ഒക്കെ പാത്ത് ഫോളോ ചെയ്യുന്ന ഇവർക്ക് ബ്യൂട്ടി ഈസ് നോട്ട് സപ്പോസ് ടു ബി നമ്മുടെ ആ ഒരു ഫിസിക്കൽ ഇതല്ല, അല്ലെങ്കിൽ കളർ അല്ല, ഫിസിക്കൽ അപ്പിയറൻസ് അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി. ഇമാജിനേഷൻ ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് മോഡേൺ പോയിട്രിയിലെ റൈറ്റേഴ്സ് എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തത്? ദേ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ന്യൂ റെലംസ് ആൻഡ് constraints of human experience and engage with the subconscious mind, and they gave importance to surrealism and magical realism too. And Charles Baudelaire, prominent figure in European poetry, utilizes surrealistic experience elements. അദ്ദേഹത്തിന്റെ കവിതകളിൽ സർറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു. അതിൽ ഡ്രീം എലമെന്റ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ സൈക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ they give dwell into depth of a human mind, മനസ്സിന്റെ ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. And also verses that challenge reality, evoke mystery and explore the complexity of the human experience. If we consider poems, beauty and the ideal, Baudelaire creates a surreal ambience എന്ന് പറയുന്നത്. അദ്ദേഹം ബ്യൂട്ടീനെ ഒരു സർറിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നു. ബ്യൂട്ടി
The poet deals within the interplay of beauty and reality to reveal the transience of external beauty. On a throne, അതിന് വരികളുണ്ട്. On a throne in the sky, a mysterious phoenix, I join heart of no to the witness and swans, pure mirrors that makes all things more beautiful. These lines are also remarkable for their surrealistic elements. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകൾ പറയുമ്പോൾ നമ്മൾ ആ സർറിയൽ ആയിട്ടുള്ള ഇതിനെ കുറിച്ച് വളരെ ഇതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ because of the Baudelaire frequently uses religion fantastically images, that seems more likely now. Speaker is left on his own thing, horrifying though about himself to wish for a comforting death എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സെക്ഷനിൽ നമ്മൾ ബൈറന്റെ പോയിട്രീനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് പറയും. അടുത്തത് നമ്മൾ പോയിട്രി സെക്ഷനിൽ പറയുന്ന മറ്റൊരു റൈറ്ററാണ് റെയ്നർ മെറിയ റിലേക്കിന്റെ ആർക്കിയാക്ടോസ് ഓഫ് അപ്പോളോ എന്ന് പറയുന്നത്. റെയ്നർ മെറിയ റിലേക്ക് ഈ അടുത്ത് പോലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിറ്റാണ്. ഒരു ബൊഹീമിയൻ ആൻഡ് ഓസ്ട്രിയൻ പോയിറ്റ് ആണ് റെയ്നർ മെറിയ റിലേക്ക് എന്ന് പറയുന്നത്. അവരുടെ ഒരു ജർമ്മൻ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ ഒരു വർക്കിനെ എന്നിട്ടാണ് നമ്മൾ ഇത് പഠിക്കാനുള്ളത്. ദ വേർഡ് ആർക്കിയാക് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഗ്രീക്ക് റെപ്രസെന്റേഷൻ ആണ് അവിടെ പറയുന്നത്. ഹിസ്റ്ററി ഇൻ വിച്ച് റിലിക് ഇമേജസ് സ്റ്റാച്യു ബിലോങ്ങിങ്, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു സ്റ്റാച്യുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അത് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ അവിടെ അന്ന് ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ദൈവങ്ങളാണ്, ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പൊ അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവം, ദ ഗോഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സൺ, മ്യൂസിക് ആൻഡ് പോയിട്രി ആൻഡ് ട്രൂത്ത്. അതായത് വെർജിനിറ്റിക്ക് ഒരു ദൈവമുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കിന് ഒരു ദൈവമുണ്ട്, അതുപോലെ തന്നെ ട്രൂത്തിന് ബ്യൂട്ടിക്ക് ഒക്കെ ഒരു ദൈവമുള്ള കാലഘട്ടമായിരുന്നു. അങ്ങനെ അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവത്തിന്റെ അതായിട്ട് അസോസിയേറ്റ് ചെയ്താണ്. One critic has written about Rilik's fascination with the material traces of the past. But for our purpose, the thing you need to know about Rilik is that he worked as a secretary, the sculptor Rodin, in Paris from 1905 and began to write poetry that responded to the objects around him. He was a poet who wanted to write poems with some kind of muscularity and physical presence in Rodin sculptures. അപ്പം അദ്ദേഹത്തിന്റെ കവിതകൾ കുറെ കൂടി അങ്ങനെയാണ്. കൂടുതലായിട്ടും ഈ ഒരു പറഞ്ഞിട്ടുള്ള റിലിക് ആർക്കിയാക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീക്ക് ഹിസ്റ്ററിനെയാണ്. അതുപോലെ തന്നെ ആ സ്റ്റാച്യുവിനെ ബിലോങ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. ഈ ഒരു അപ്പോളോ ദ ഗോഡ് അല്ലെ, അസോസിയേറ്റഡ് വിത്ത് സൺ, മ്യൂസിക് ആൻഡ് പോയിട്രി ആൻഡ് ട്രൂത്ത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് വൺ ക്രിട്ടിക് ഹാസ് റിട്ടൺ അബൌട്ട് റിലിക് ഫാസിനേഷൻ, ദ മെറ്റീരിയൽ ട്രേസസ് ഓഫ് ദ പാസ്റ്റ്. ഓക്കെ, അദ്ദേഹത്തിന് പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഫെക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന്. അവിടെയുള്ള പണ്ടത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വളരെ 48 BC-യിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പം ആ ഒരു അപ്പോളോ ഗോഡിന്റെ ഒരു സ്റ്റാച്യുവിനെ റെപ്രസെന്റ് ചെയ്തിട്ട് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ള കവിയാണ്. ഹി വാസ് എ പോയിറ്റ് ഹു വാണ്ടഡ് ടു റൈറ്റ് പോയംസ് വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫിസിക്കൽ പ്രസൻസ് ആസ് റോഡിൻ സ്കൾപ്ചേഴ്സ് എന്ന് പറയും. അതിന് സിമിലർ ആയിട്ട് അതാണ് ഈ റെയ്നർ മെറിയ റിലിക്കിന്റെ ആർക്കിയാക്ടോസ് ഓഫ് അപ്പോളോ എന്ന് പറഞ്ഞിട്ട് കവിതയിൽ പറയുന്നത്. പിന്നെ അടുത്തത് അന്ന അക്കമത്തോവിന്റെ റിക്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതില് അന്ന അക്കമത്തോവ ഒഡീസയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബട്ട് ലിവ്ഡ് മോസ്റ്റ് ഓഫ് ഹർ ലൈഫ് ഇൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്, റഷ്യയിലാണ് അവർ ജനിച്ചത്. കൂടുതലും അവരുടെ വർക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ, മോസ്റ്റ് ഓഫ് ഹർ പോയിട്രി ഈസ് ഇന്റിമേറ്റ്ലി കണക്റ്റഡ്. അവർ കല്യാണം കഴിച്ചത് ഒരു ഫെല്ലോ പോയിറ്റ് ആയിട്ടുള്ള നിക്കോല ഗെമിനോനെയാണ്. ദ കപ്പിൾ വർ ഡിവോഴ്സ്ഡ് ഇൻ ഒരു yearsൽ ഡിവോഴ്സ് ചെയ്യും. അക്കമത്തോവ് എന്ന് പറഞ്ഞിട്ട് ആസ് അച്ചീവ്ഡ് ഫെയിം വിത്ത് ദ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയിംസ്. ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കവിത വളരെ ഫേമസ് ആണ്. ആൻഡ് റഷ്യാസ് ലീഡിങ് പോയിറ്റ്സ് ആണ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്രൊസീഡിങ് ഒക്ടോബർ. അപ്പൊ ഇവരുടെ എല്ലാം കൺട്രി നിങ്ങൾ ഓർത്തു വെക്കണം. ബൊഹീമിയൻ പോയിറ്റ്സ് ആണ് റെയ്നർ മിലിക്. അതുപോലെ തന്നെ അക്കമത്തോവ് എന്ന് പറയുന്നത് റഷ്യൻ പോയിറ്റ് എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും നാട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം യൂറോപ്യൻ ഫിക്ഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഷീ took the conscious decision to remain in Russia rather than to join those of fellow writers who were opting into the exile of the West എന്ന് പറഞ്ഞാൽ, അപ്പൊ റഷ്യയിൽ തന്നെ നിന്ന് എഴുതാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. So this in which he described her as a cross between a nun and a war, but although she faced much personal hardship and protracted എന്ന് പറയുന്നു. So requiem her great affirmation of solidarity with the victims of Stalinist purges. അതായത് റിക്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയില് ബേസിക്കലി എന്താ പറയുന്നത്, ഈ സ്റ്റാലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ടായി. അവർക്ക് സോളിഡാരിറ്റി അല്ലെങ്കിൽ അവർക്ക്
ഒരു എന്താ പറയാ നമ്മൾ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയില്ലേ, ആ ഒരു ഇതാണ്. ആഫ്റ്റർ സ്റ്റാലിൻസ് ഡെത്ത് ഇൻ 1953, the restriction on Akamatow's work were gradually relaxed and selection of her poems entitled The Course of Time was published. She died in Moscow in 1966 എന്ന് പറയും. അപ്പം ആ ഒരു ഇതിനെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് റിക്വം എന്ന് പറയുന്നത്. Akhmatov early collection of poetry reflects the values of the Russian literary group known as Akhmasm, which was founded in reaction to symbolism and dominant movement. ഓക്കെ, റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു ഡോമിനന്റ് മൂവ്മെന്റിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിനെ കുറിച്ചും ഇതിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അഖമത്തോവ്. ആൻഡ് ആസ്മിസം അഡ്വക്കേറ്റഡ് ദ വെർച്യൂസ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, റിസൈറ്റൻസ് ആൻഡ് ക്ലാരിറ്റി. കൂടുതലായിട്ടും ഹർ പോയംസ് റിട്ടൺ ബിഫോർ വേൾഡ് വാർ വണ്ണിന്റെ സമയത്ത് എഴുതിയിട്ടുള്ളതാണ്. ഇന്റിമേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ തീംസിനെ കുറിച്ച് എഴുതാറുണ്ട്, ഡിസപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ച് എഴുതാറുണ്ട്, ഒക്കേഷണലി ജോയ്സിനെ കുറിച്ച്, റൊമാൻറ്റിക് ലവ് ആസ് എ ഹോൾ നമ്മൾ അവരെ കുറിച്ച് പഠിക്കണം. ഒരുപാട് ഇത് പറയുന്നത് റിക്വം എന്ന് പറയുന്നത് 1935-ലും 40-ലും എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഒരുപാട് റൈറ്റേഴ്സിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള എഴുതിയിട്ടുണ്ട്. Then the poem of the cycle, the lyric heroines give voices of the collective experience of the Russian people through the articulation of her private pain as a mother and lover. Although now regarded as one of Akhmatov's supreme achievement, Requiem was never published in Russia during her lifetime. അപ്പം ആ ഒരു നീതിപീഠത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള ഒരു കവിതയാണ് റിക്വം എന്ന് പറയുന്നത്. സ്റ്റാലിന്റെ മരണത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവായത്. അഖമത്തോവിന്റെ മരണം വരെ, ലൈഫ് ടൈം വരെ ഈ ഒരു കവിത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഇതായിട്ട് ആ ഒരു സ്റ്റാലിന്റെ ഇത് അനുഭവിച്ച് ദുരനുഭവം ഉണ്ടായ ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ള വർക്കാണ് അഖമത്തോവിന്റെ റിക്വം എന്ന് പറയുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു. അവരുടെ എഴുത്തുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വാല്യൂസ് അല്ലെങ്കിൽ പോയിട്രിയിലെ വാല്യൂസ് എപ്പോഴും അക്മിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ ലിറ്റററി ഗ്രൂപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അവർ ആ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബോളിസം ആണ്, ഡോമിനന്റ് മൂവ്മെന്റ് ആണ്. അപ്പം ഇതൊരു ക്രാഫ്റ്റ്മാൻഷിപ്പും റെസിസ്റ്റൻസും ക്ലാരിറ്റിയും ഒക്കെ, അപ്പം സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് വളരെ പുറത്തിണങ്ങിയിട്ടുള്ള ഒരു കവിതയാണ് റിക്വം ബൈ അഖമത്തോവ് എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കവിതയാണ്. അപ്പം ഈ ഒരു കവിത അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കവിതയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ബേസിക്കലി കവിതയെ കുറിച്ച് പഠിക്കണം അവിടെ ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ടെക്സ്റ്റ് എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ഇതാവേണ്ടി വന്നത് കേട്ടോ. അടുത്തത്